എത്ര ഫീഡ് ചെയ്തിട്ടും കുഞ്ഞിന് മതിയാകുന്നില്ലേ? രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് ഫീഡ് ചെയ്യുന്നുണ്ടോ? കുഞ്ഞ് കൂടുതൽ ഇറിറ്റബിളും ഫസിയുമായിട്ട് കാണുന്നുണ്ടോ? ചിലപ്പോൾ അവരെ കടന്നു പോകുന്നത് ഗ്രോത്ത് സ്പേർട്ട് പീരീഡിലൂടെ ആയിരിക്കാം. സാധാരണയായി 1 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞുങ്ങൾ അവരുടെ ബർത്ത് വെയിറ്റിന്റെ 3 മടങ്ങോളം വെയിറ്റ് കൂടിയിട്ടുണ്ടാവും. ഈ വളർച്ച കൂടുതലും സംഭവിക്കുന്നത് 3-4 ആഴ്ചകൾ ഇടവിട്ട് വരുന്ന ഈ ഗ്രോത്ത് സ്പേർട്ട് പീരീഡിലാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ ചെറിയ ഇടവേളകളിൽ തന്നെ കൂടുതൽ ഫീഡ് ചെയ്യുന്നു, രാത്രിയുള്ള ഫീഡിന്റെ എണ്ണം കൂടുന്നു, പൊതുവെ ഇറിറ്റബിൾ ആയിട്ടിരിക്കുന്നു. ഈ സമയത്ത് കുഞ്ഞിന്റെ തൂക്കം, നീളം, ഹെഡ് സർക്കംഫറൻസ് തുടങ്ങിയവ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. കുഞ്ഞ് കൂടുതൽ ഫീഡ് എടുക്കുന്നത് കൊണ്ട് അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് അമ്മയുടെ മുലപ്പാൽ കൂടുവാനും ഈ ഗ്രോത്ത് സ്പേർട്ട് പീരീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് കുഞ്ഞിന്റെ ഡിമാൻഡ് അനുസരിച്ച് നന്നായി ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ അവരുടെ ഇറിറ്റബിലിറ്റിയും ഫസിനെസ്സും ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കങ്കാരു മദർ കെയർ പോലുള്ള മെത്തേഡ്സും ട്രൈ ചെയ്യാവുന്നതാണ്. സാധാരണയായി 3-4 ആഴ്ചകൾ ഇടവിട്ടാണ് ഗ്രോത്ത് സ്പേർട്ട് കുഞ്ഞുങ്ങളിൽ കാണപ്പെടുന്നത്. ഇവ ഏകദേശം 1 ആഴ്ചയോളം നീണ്ടു നിൽക്കുകയും ചെയ്യും. ഈ സമയത്തിന് ശേഷം കുഞ്ഞുങ്ങൾ വീണ്ടും അവരുടെ നോർമൽ സ്ലീപ്പ് പാറ്റേണിലേക്കും ഫീഡിംഗ് പാറ്റേണിലേക്കും തിരിച്ചു പോകുന്നതായിട്ടും കാണാറുണ്ട്. ഈ നാളുകളിൽ പകൽ നേരത്ത് കൂടുതൽ ഫീഡ് ചെയ്യുന്നത് രാത്രിയുള്ള കുഞ്ഞിന്റെ ഫീഡിംഗ് ഫ്രീക്വൻസി കുറയ്ക്കാനും അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമുള്ള വിശ്രമം ലഭിക്കാനും സഹായിച്ചേക്കാം.